നമ്മളിന്ന് ഒരു ഇറച്ചിപ്പോളയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ബ്രെഡും ചിക്കനും ചേർത്തിട്ടുള്ള ഒരു പോളയാണ്. മലബാർ പ്രദേശങ്ങളിലൊക്കെ ഇത് സാധാരണയായി ഒരു നോമ്പുതുറ വിഭവമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഇറച്ചിപ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഈ ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ട് അതിൽ എല്ലൊക്കെ മാറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഈ ഇറച്ചിപ്പോള നമുക്ക് ചിക്കനിൽ മാത്രമല്ല ബീഫിലും മട്ടനിലും എല്ലാം ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ അത് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാൻ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർക്കാതെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയെല്ലാം എരിവിന് ആവശ്യത്തിന് ചേർക്കേണ്ടതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ ചിക്കൻ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ ബ്രെഡ് പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 10 ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം മീഡിയം വലുപ്പത്തിലുള്ള ബ്രെഡാണ്. ഇത് കുറച്ച് വലുപ്പമുള്ളതാണെങ്കിൽ 8 എണ്ണം മതിയാവും. എന്നിട്ട് നമുക്കിത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അതൊന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലോട്ട് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും ഇട്ടിട്ട് അതിലോട്ട് ബ്രെഡിൻ്റെ പീസും കൂടി ഇട്ടിട്ട് നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഈ അടിച്ചെടുത്തത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ബ്രെഡ് പോളയ്ക്കുള്ള ചിക്കൻ്റെ മസാലയും ബ്രെഡിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിനുവേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ബ്രെഡിൻ്റെ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഒഴിക്കാം. ഒരു സ്പൂൺ കൊണ്ട് നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മസാലയുടെ പകുതി എടുത്ത് ഇതിലോട്ട് സ്പ്രെഡ് ചെയ്യാം. ഞാനിത് 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. മസാല നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ബാറ്ററും കൂടെ ഒഴിക്കാം. അത് നന്നായിട്ട് ഇതിനെ മുകളിലോട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റും കൂടെ നമുക്ക് ഈ പാത്രം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ചിക്കൻ്റെ മസാലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്യാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ആ ബ്രെഡിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക്
ഈ പാത്രം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലൊരു ഫ്രൈയിങ് പാന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് വെച്ചിട്ടാണ് ബാക്കി കുക്ക് ചെയ്തെടുക്കുന്നത്. കരിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിപ്പം ഈ ഫ്രൈയിങ് പാനിലോട്ട് ഇത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റായി. ഇനി മേളുവശം അല്പം കൂടെ സെറ്റാകാനുണ്ട്. നമുക്ക് അതിനെ ഒരു ചൂടായി കിടക്കുന്ന ഒരു ഫ്രൈയിങ് പാനിലോട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് അത് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇതിപ്പോൾ ഒരു നല്ലൊരു കേക്കിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് പോള റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിടാം. എന്നിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ മസാല ബ്രെഡ് പോളയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഹന്നാസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.